നമസ്തേ. വാൽമീകി രാമായണം അയോധ്യാകാന്ഡം തുടരുന്നു. ഓം വാഗീശാദ്യാ സുമനസഃ സർവാർത്ഥനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാസ്യുസ്തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീമക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പദ്മം സ്ഥിതമപി ച ശുകം പുസ്തകം ചാപരേണ. ഭാസാകുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവദേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അയോധ്യാകാന്ഡത്തിൽ കൈകേയി ദശരഥ രാജാവിനോട് വരം ആവശ്യപ്പെടുന്നതാണല്ലോ നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത്. അത് തുടരുന്നു. ദശരഥ രാജാവിൻ്റെ സങ്കടം പരിദേവനം തുടരുകയാണ്. ത്രയോദശ സർഗ 13-ാം സർഗം. പുനഃ കൈകേയ്യനു നയയജ്ഞ. വീണ്ടും കൈകേയിയെ വഴിപ്പെടുത്തുവാൻ യത്നിക്കുന്നത്. അതദർഹം മഹാരാജം ശയാനമദധോജിതം യയാതിമിവ പുണ്യാന്തേ ദേവലോകാത് പരിച്യുതം. അനർത്ഥരൂപാ സിദ്ധാർത്ഥാഹ്യപീതാ ഭയദർശിനീ പുനരാകാരയാമാസ തമേവ വരമംഗനാ. ത്വം കഥ്യസേ മഹാരാജ സത്യവാദീ ദൃഢവ്രത മമ ചേമം വരം കസ്മാദുധാരയിതുമിച്ഛസി. ഏവമുക്തസ്തു കൈകേയ്യാ രാജാ ദശരഥസ്തഥാ പ്രത്യുവാച. തതഃ ക്രുദ്ധോ മുഹൂർത്തം വിഹ്വലന്നിവ മൃതേ മയി ഗതേ രാമേ വനം മനുജപുങ്കവേ. ഹന്താനാര്യേ മമാമിത്രേ സകാമാ സുഖിനീ ഭവ. സ്വർഗേയപി ഖലു രാമസ്യ കുശലം ദൈവദൈരഹം പ്രത്യാദേശാദഭിഹിതം ധാരയിഷ്യേ കഥം വദ. ആപത്തിനു വേണ്ടി തന്നെ രൂപമെടുത്തവളും ന്യായഹീനമായതിനെ ന്യായമെന്ന് സ്ഥാപിപ്പാൻ സമർത്ഥയും അപമാനം എന്നതിനെ തീരെ ഉപേക്ഷിച്ചവളും മനസ്സിൽ ദയ തോന്നിപ്പാൻ കഴിവുള്ളവളുമായ സ്ത്രീയായ അവൾ പുണ്യാവസാനത്തിൽ ദേവലോകത്തിൽ നിന്ന് താഴോട്ട് തള്ളപ്പെട്ട യയാതിയെപ്പോലെ നിലത്ത് വീണു കിടക്കുന്നവനും ആ സ്ഥിതിയിൽ കിടപ്പാൻ അർഹനല്ലാത്തവനും ആയ ആ ശ്രേഷ്ഠനായ ചക്രവർത്തിയെ തന്നെ മുമ്പേതിലേക്കാളും അധികമായി അതിരു കവിഞ്ഞ് ഇപ്രകാരം നിർബന്ധിച്ചു. മഹാരാജാവേ, ഇന്ദിരുവടി സത്യനിഷ്ഠനെന്നും ധർമ്മനിരതനെന്നും കീർത്തിക്കപ്പെടുന്നു. അപ്രകാരം ഇരുന്നിട്ടും എനിക്ക് ദാനം ചെയ്തതായി ഇതിനെ എന്തു കാരണത്താലാണ് തരാതിരിപ്പാൻ കാരണം? കൈകേയിയാൽ ഇപ്രകാരം കേൾപ്പിക്കപ്പെട്ട ദശരഥ മഹാരാജാവ് അതിനാൽ അപ്പം നേരത്തേക്ക് മാത്രം ഒന്നും പറയാൻ കഴിയാനാവാതെ അതിൽ മനസ്സിൽ ഭയം വിളയിക്കുമാറ് ഇതിനെപ്പറ്റി പറഞ്ഞു. ദുഷ്ടചരിത്രേ, എനിക്ക് ദ്വേഷിയായി വന്നവളെ, നരോത്തമനായ ശ്രീരാമൻ കാട്ടിലേക്ക് പോവുകയും ഞാൻ മരിക്കുകയും ചെയ്തതിൽ പിന്നെ അഭിഷ്ടം സാധിച്ചവളായി അളവറ്റ ആനന്ദത്തോടുകൂടി വാഴുക. സ്വർഗത്തിലും ദേവന്മാരാൽ അധികാരത്തോടുകൂടി ശ്രീരാമൻ്റെ ക്ഷേമത്തെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഞാൻ ധർമ്മവിരുദ്ധമല്ലാത്ത എന്തോന്നാണ് ഞാൻ മറുപടി പറയുക? കൈകേയ്യാ പ്രിയകാമേന രാമ പ്രവ്രാജിതോ വനം യദി സത്യം ബ്രവീമ്യേതത് സത്യം ഭവിഷ്യതി. അപുത്രേണ മയാ പുത്ര ശ്രമേണ മഹദാ മഹാൻ രാമോ ലബ്ധോ മഹാബാഹോ സ കഥം ത്യജ്യതേ മയാ. ശൂരശ്ച കൃതവിദ്യശ്ച ജിതക്രോധക്ഷമാപര കഥം കമലപത്രാക്ഷോ മയാ രാമോ വിവാസ്യതേ. കഥമിന്ദീവരശ്യാമം ദീർഘബാഹും മഹാബലം അഭിരാമമഹം രാമം പ്രേഷയിഷ്യാമി ദണ്ഡകാൻ. സുഖാനാമുജതസ്യൈവ ദുഃഖൈരനുചിതസ്യ ച
ദുഃഖം നാമാനുപശ്യേയം കഥം രാമസ്യ ധീമതഃ യദി ദുഃഖമകൃത്വാദ്യ മമ സംക്രമണം ഭവേത് അദുഃഖാർഹസ്യ രാമസ്യ തത സുഖമവാപ്നുയാം നശംസേ പാപസങ്കൽപ്പേ രാമം സത്യപരാക്രമം കിം വിപ്രിയേണ കൈകേയി പ്രിയം യോജയസേ മമ അകീർത്തിരതുലാലോകേ ധ്രുവ പരിഭവശ്ച മേ തഥാ വിലപതസ്തസ്യ പരിഭ്രമിതചേതസ അസ്തമഭ്യാഗമ സൂര്യോ രജനീ ചാഭ്യവർത്തത. കൈകേയിയോട് ചെയ്തിരുന്ന വാഗ്ദത്തെ ആവശ്യപ്പെട്ട പ്രകാരം കൊടുക്കാൻ ബാധ്യപ്പെട്ടവനായ എന്നാൽ ശ്രീരാമൻ വനത്തിലേക്ക് അയക്കപ്പെട്ടു എന്ന് ഞാൻ മറുപടി പറയുന്നുവെങ്കിൽ ഇപ്രകാരമുള്ള അത് സദസ്സിൽ പറയപ്പെട്ട വാക്കിന് വിരോധമായി തീരും. ആ മഹാനും മഹാബാഹുവുമായ ശ്രീരാമൻ പുത്രന്മാരില്ലാതിരുന്നതിനാൽ മഹത്തായ യാഗത്താൽ തിരുമകനായി പ്രാപിക്കപ്പെട്ടു. എന്നാൽ എങ്ങനെയാണ് ദൂരെ പിരിഞ്ഞു പോകുവാൻ സമ്മതിക്കപ്പെടുക? ഇന്ദീവരാക്ഷനും സകല വിദ്യാപാരംഗതനും ശൂരനും അങ്ങനെയാണെങ്കിലും ക്രോധത്തെ കീഴടക്കിയവനായി അപരാധങ്ങളെ എല്ലാം ക്ഷമിക്കുക എന്ന വ്രതത്തെ കൈക്കൊണ്ടവനായ ശ്രീരാമൻ എങ്ങനെയാണ് കാട്ടിലേക്ക് പറഞ്ഞയക്കപ്പെടുക? കുവലയ ദളശ്യാമ ശരീരനും ആജാനുബാഹുവും ആ ജന്മവീരനും നിസ്തൽ സുന്ദരനുമായ ശ്രീരാമനെ ഞാൻ എങ്ങനെ ദണ്ഡകവനപ്രദേശങ്ങളിലേക്ക് പറഞ്ഞയക്കും? ദുഃഖങ്ങൾ ഒന്നും തന്നെ നേരിടാതിരിക്കുന്നവനും സുഖങ്ങൾക്ക് മാത്രം അർഹനും ധീമാനുമായ ശ്രീരാമനും ദുഃഖമെന്നുള്ളതിനെ എപ്രകാരം തന്നെയാണ് ഞാൻ മനസ്സിൽ ഓർത്ത് സഹിക്കുക? ദുഃഖങ്ങൾക്ക് അനർഹനായ ശ്രീരാമന് ദുഃഖത്തെ ചെയ്യാതെ ഇപ്പോൾ തന്നെ എനിക്ക് പരലോകപ്രാപ്തി സംഭവിക്കുമെങ്കിൽ അതിനാൽ വർദ്ധിച്ച സന്തോഷത്തെ ഞാൻ പ്രാപിക്കുന്നതാണ്. പാപകൃത്യം ചെയ്യാൻ നിശ്ചയിച്ചവളായ മഹാദുഷ്ടേ കൈകേയി, എൻ്റെ ഓമനയും ഒരിക്കലും നിഷ്ഫലമാകാത്ത പരാഗമത്തോടു കൂടിയവനും ആയി ശ്രീരാമനെ മഹാദുഃഖവുമായി എന്തിനു വേണ്ടിയാണ് നീ ചേർത്തിണക്കുന്നത്? എനിക്ക് തന്നെ ലോകത്തിൽ അതിയായ ദുഷ്കീർത്തിയും പരിഭവവും എന്നും നിലനിൽക്കും. അപ്രകാരമെല്ലാം ചിത്തം കലങ്ങിയവനായി വിലപിച്ചുകൊണ്ട് തന്നെയിരുന്ന അദ്ദേഹത്തിനും സൂര്യഭഗവാൻ അസ്തമനത്തെ പ്രാപിച്ചു. രാത്രിയും ആരംഭിച്ചു. സാത്രിയാമാ തഥാർത്തസ്യ ചന്ദ്രമണ്ഡലമണ്ഡിതാ രാജ്ഞോ വിലപമാനസ്യ നവ്യഭാസദ ശർവരീ തഥൈവോഷ്ണം വിനിശ്വസ്യ വൃദ്ധോ ദശരഥോ നൃപ വിലാലാപാർത്തവദ്ദുഃഖം ഗഗനാസക്തലോചന ന പ്രഭാതം തവേച്ഛാമി നിശേ നക്ഷത്രഭൂഷണേ ക്രിയതാം മേ ദയാ ഭദ്രേ മയായം രജിതോഞ്ജലി അഥവാ ഗമ്യതാം ശീഘ്രം നാഹമിച്ഛാമി നിർഘൃണാം നൃശംസാം കൈകയീം ദൃഷ്ടും യത്കൃതേ വ്യസനം മഹത് ഏവമുക്ത്വാ തതോ രാജാ കൈകേയീം സംയതാഞ്ജലി പ്രസാദയാമാസ പുനഃ കൈകേയീം ചേതമബ്രവീത് സാധുവൃത്തസ്യ ദീനസ്യ ത്വദ്ഗതസ്യ ഗതായുഷ പ്രസാദക്രിയതാം ദേവി ഭദ്രേ രാജ്ഞോ വിശേഷതഃ ശൂന്യേന ഖലു ശുശ്രോണി മയേദം സമുദാഹൃതം കുരു സാധുപ്രസാദം മേ ബാലേ സഹൃദയാഹ്യസി. ഇപ്രകാരം തന്നെ അതിദുഃഖിതനായി വിലപിച്ചുകൊണ്ടിരുന്നവനായ രാജാവിന് ചന്ദ്രമണ്ഡലത്താൽ മനോഹരമായ ആ രാത്രി എത്രയോ യാമങ്ങളോട് കൂടിയതായി പുലർന്നതേ ഇല്ല. വയോധികനായ ദശരഥ മഹാരാജാവ് അത്യാകുലനായി ചുടുചുട നടുവീർപ്പിട്ടുകൊണ്ട് മേലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നവനായി തന്നെ ശോചനീയമാം വണ്ണം വീണ്ടും ലഭിച്ചു തുടങ്ങി. നക്ഷത്രങ്ങൾ അണിഭൂഷണങ്ങളായുള്ള ഹേ രാത്രി, ഭവതിക്ക് പുലർച്ചെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സുഖപ്രദേ, എന്നാൽ ഈ പ്രാർത്ഥന ചെയ്യപ്പെടുന്നു. എൻ്റെ സംഗതിയിൽ ഈ അനുഗ്രഹം ചെയ്യപ്പെടട്ടെ. അല്ലെന്നാൽ ശീഘ്രത്തിൽ തന്നെ ഗമിച്ചാലും സഹിപ്പാൻ കഴിയാത്തതായ ദുഃഖം യാതൊരുവൾ മൂലമോ അപ്രകാരമുള്ള കഠിനഹൃദയായ ഈ ദുഷ്ടയായ കൈകയെ കണ്ടുകൊണ്ടിരിക്കുവാൻ ഞാൻ ശക്തനാവുന്നില്ല. മഹാരാജാവ് മേൽപ്രകാരം പ്രാർത്ഥിച്ച് അതിൽ പിന്നെ കൈകയെ നോക്കി അപ്രകാരം എന്നിട്ടും തൊഴുത് പ്രാർത്ഥിക്കുന്നവനായി നല്ല വാക്കുകളെ പറഞ്ഞ് കരുണ ചെയ്യുവാൻ അപേക്ഷിച്ചു. കൂടാതെ കൈകേയിയോടായി പ്രകാരം പറഞ്ഞു: സർവദാ നന്മയെ തന്നെ ആഗ്രഹിക്കുന്നവളായ ഹേ ദേവി, സത്യസന്ധനും ആയുസ് അവസാനിക്കാറായവനും കഷ്ടദശയിലിരിക്കുന്നവനും വിശേഷിച്ച് നിന്നെ തന്നെ ശരണമായി പ്രാപിച്ചിരിക്കുന്നവനും ചക്രവർത്തിയും ആയ എൻ്റെ പേരിൽ അനുഗ്രഹം ചെയ്യപ്പെടട്ടെ. സന്മാർഗ തൽപരയായ സാധുവായവളെ, എന്നാൽ ഇത് പറഞ്ഞ പോലെ ചെയ്യുകയില്ലെന്നുള്ള ഉദ്ദേശത്തിൽ വെറുതെ വാഗ്ദത്തം ചെയ്യപ്പെട്ടതല്ല. അപ്രകാരമാണെങ്കിലും എൻ്റെ കാര്യത്തിൽ അനുഗ്രഹത്തെ എൻ്റെ ആവശ്യം എന്നിരിക്കാതെ നീ ചെയ്താലും, എന്തെന്നാൽ എൻ്റെ ധർമ്മസങ്കടത്തെ അറിയുന്നവളാണല്ലോ നീ.
പ്രസീദ ദേവി രാമോ മേ ത്വദ്ദത്തം രാജ്യമവ്യയം ലഭതാമസിതാപാങ്കേ യശ പരമവാപ്നുഹി മമ രാമസ്യ ലോകസ്യ ഗുരൂണാം ഭരതസ്യ ച പ്രിയമേതദ്ഗുരുശ്രോണി ഗുരുചാരുമുഖേക്ഷണേ വിശുദ്ധഭാവസ്യ ഹി ദുഷ്ടഭാവാ താമ്രേക്ഷണസ്യ ശൃഗലസ്യ രാജ്ഞ ശ്രുത്വാ വിചിത്രം കരുണം വിലാപം ഭർതൃനൃശംസാന ചകാരവാക്യം തതഃ സ രാജാ പുനരേവ മൂർച്ഛിത പ്രിയാമദുഷ്ടാം പ്രതികൂലഭാഷിണീം സമീക്ഷ്യ പുത്രസ്യ വിവാസനം പ്രതി ക്ഷിതൗ വിസപ്നോ നിവപാദദുഃഖിത ഇതീവ രാജ്ഞോ വ്യഥിതസ്യ സാ നിശാ ജഗാമഘോരം ശ്വസതോ മനസ്വിന വിബോധ്യമാന പ്രതിബോധനം തദാ നിവാരയാമാസ സ രാജസത്തമ. സദ്ബുദ്ധിയെ സ്വല്പം വ്യതിചലിപ്പാൻ ഇടകൊടുത്തു പോയവളായ ഹേ ദേവി, എൻ്റെ കാര്യത്തിൽ നീ ദയ ചെയ്താലും ശ്രീരാമൻ രാജ്യത്തെ ശാശ്വതമായും നിന്നാൽ തന്നെ നൽകപ്പെട്ടതായും പ്രാപിക്കട്ടെ. അത്യുത്തമായ കീർത്തിയെ നീ പ്രാപിച്ചാലും. പ്രസന്നമുഖിയായി ഉപചരിച്ചു വന്നവളെ, എല്ലാവരാലും പ്രശംസിക്കത്തക്ക സന്മാർഗനിരതയായുള്ളവളെ, എനിക്കും ഗുരുജനങ്ങൾക്കും ഭരതനും ശ്രീരാമനും ലോകത്തിന് തന്നെ ഹിതകരമായി ഇതിനെ നീ ചെയ്താലും. ധർമ്മമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കരുതെന്ന ആഗ്രഹത്തോടു കൂടിയവനും കലുഷമായ നേത്രങ്ങളോട് കൂടിയവനും കണ്ണീർ വാർക്കുന്നവനും ചക്രവർത്തിയും ആയ ഭർത്താവിൻ്റെ സാനുനയവും ദയനീയവുമായ വിലാപവാക്കിനെ കേട്ടിട്ടും പാപകൃത്യത്തിൽ മനസ്സിരുത്തിപ്പോയവളായ നിർഘൃണയായ അവൾ യാതൊരു മറുപടിയും പറഞ്ഞതേയില്ല. അതിനാലും ആ രാജാവ് ദുഷ്ടസ്വഭാവം തങ്ങൾ ഉണ്ടെന്നുള്ളതിനെ ഇതുവരെ ഒരു കാലത്തും കാണിക്കാത്തവളും പ്രിയമായി തന്നെ ഇതേവരേക്കും നടന്നു വന്നിരുന്നവളും ആയ അവളെ അപ്രിയത്തിൽ തന്നെ പിടിവാദമായി പിടിച്ചു നിൽക്കുന്നവളായിരിക്കുന്നതിനെയും പുത്രൻ്റെ വനവാസത്തെപ്പറ്റിയും നനച്ച് ദുഃഖിക്കുന്നവനായി, എന്തു ചെയ്യണമെന്നറിയാത്തവനായി, മൂർച്ഛിച്ചവനായി നിലത്തിൽ വീണുകിടന്നു. ഏതുവിധവും ധർമ്മം തെറ്റെഴുതുന്ന നിശ്ചയത്തോടു കൂടിയവനും മേൽപ്രകാരം ദീർഘശ്വാസം വിട്ട് ദുഃഖിച്ചുകൊണ്ടിരുന്നവനും ആയ മഹാരാജാവിനും ആ രാത്രി മുഴുവനും ഭയങ്കരമായി തന്നെ കഴിഞ്ഞുകൂടി. ആ സമയം പള്ളിയുറക്കുണർത്തുന്നവരായ വൈതാളികന്മാരുടെ സ്തോത്രധ്വനി ചെവികളിൽ വീണവനായ ആ രാജശ്രേഷ്ഠൻ ആ സ്തോത്രത്തെ നിർത്തുവാൻ കൽപ്പിച്ചു. വിദ്യാർഷേ ശ്രീമദ് രാമായണി വാൽമീകി ആദികാവ്യേ അയോധ്യാകാണ്ഡേ ത്രയോദശ സർഗ 13-ാം സർഗം സമാപ്തം. നമസ്തേ.